ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ഹത്തനെ ഉദയ എന്ന മലയാളം സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഈ സിനിമയുടെ വൺലൈൻ നോക്കാം. ട്രൈബൽ വിഭാഗം അല്ലെങ്കിൽ ആദിവാസി വിഭാഗം എന്ന് പറയില്ലേ, ആ വിഭാഗത്തിൽപ്പെട്ടവരും സാധാരണ ജനങ്ങളും ഒരേ പ്രദേശത്താണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ മറ്റൊരു ഗ്രൂപ്പ്, അതായത് അവിടെയുള്ള പ്രമാണിമാർ വല്ലാതെ അടിച്ചമർത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ നാട്ടിൽ അടുത്തടുത്ത് ചില കൊലപാതകങ്ങൾ നടക്കുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് തുടർച്ചയായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് അവരെ കൊല്ലുന്നത് എന്നൊരു ചോദ്യമില്ലേ? അതിനവസാനം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും ഈ സിനിമയിൽ നൽകിയിട്ടുണ്ട്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ആദിവാസി വിഭാഗത്തെയാണ് നമുക്ക് കാണിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ഒരു ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അതായത് ദൈവം ദേഹത്ത് കയറിയ പോലെ ഒരാൾ തുള്ളുന്നുണ്ട്. അദ്ദേഹത്തെയാണ് ഇവർ ആരാധിക്കുന്നത്. കാന്താര സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലൊരു ദൈവത്തെയാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിനായി ചില കാര്യങ്ങൾ ഇവർ സമർപ്പിക്കണം. അതിൽ ഒരേ ഒരു കാര്യം മാത്രം മിസ്സാവുകയാണ്. ഏതോ ഒരു ഇല മാത്രം ഇല്ലെന്ന് തോന്നുന്നു. എടാ, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തുകൂടെ എന്ന രീതിയിൽ അവിടെയുള്ള ഒരു കാരണവർ ഒച്ചയിടുന്നുണ്ട്. ഉടനെ അവിടെയുള്ള ഒരാൾ ഞാൻ പോയി ആ ഇല സംഘടിപ്പിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അയാളെ ഫോളോ ചെയ്ത് അയാളുടെ മകനും പുറകെ ഓടി പോകുന്നുണ്ട്. അവിടെ നിന്നും കട്ട് ചെയ്താൽ സാധാരണക്കാരായ ജനങ്ങളെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇവരൊക്കെ കാട്ടുപ്രദേശത്തല്ലേ താമസിക്കുന്നത്. എന്നാൽ വേറൊരു കൂട്ടർ നാട്ടിലുണ്ട്. ആ നാട്ടിലുള്ള ഗ്രൂപ്പിലെ ചിലർ ഒരു ഭർത്താവിനെയും ഭാര്യയും അവരുടെ 2 മക്കളെയും വലിച്ചഴിച്ചു കൊണ്ടുവരാണ്. ഈ ഭർത്താവും ഭാര്യയും വിട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പിലുള്ളവർ അതൊന്നും കേൾക്കുന്നില്ല. ആ നാട്ടിൽ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതായത് സ്ത്രീകൾ അമ്പലത്തിനുള്ളിൽ കയറാൻ പാടില്ല, അങ്ങനെ എന്നൊക്കെ. ആ നിയമം ലംഘിച്ചുകൊണ്ട് ആ ഭാര്യ ഏതൊരു കാര്യം ചെയ്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ കൊടുക്കാനായി ഫാമിലിയെ മൊത്തം പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പറഞ്ഞവർ കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ. പക്ഷെ പിടിച്ചുകൊണ്ടുവന്നവർ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇവരുടെ കഥ കഴിക്കണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭർത്താവിനെയും ഭാര്യയെയും അവർ ഉപദ്രവിക്കുകയാണ്. ഇത് കാണുന്ന ആ 2 ചെറിയ കുട്ടികൾ പേടിക്കുന്നുണ്ട്. പോകെ ആ അക്രമികൾ ഈ കുട്ടികളെയും ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. അച്ഛൻ ഇവരെ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുകയും തിരിച്ചവരുമായി വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഏതോ ഇല പറിക്കാൻ വന്ന ആ കാട്ടുവാസി വിഭാഗത്തിൽപ്പെട്ട ആൾ ഈ സംഭവം ശ്രദ്ധിക്കുന്നത്. നമുക്ക് സഹായിക്കുക എന്ന് കരുതി ഇദ്ദേഹം ആ അച്ഛനെ രക്ഷിക്കാനായി ചെല്ലുകയാണ്. പക്ഷെ ആ അക്രമി സംഘം എല്ലാവരെയും കൊന്നുകളയുന്നു. സഹായിക്കാൻ വന്ന ആ ആദിവാസിയെയും അവർ ക്രൂരമായി ആക്രമിച്ചു കൊല്ലുന്നു. അദ്ദേഹത്തിന്റെ പുറകെ വന്ന മകൻ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ആ പയ്യനെ കണ്ട് അക്രമി സംഘം പേടിക്കുന്നുണ്ട്. ഇവൻ പോയി ആരുടെയെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കോ എന്ന് ഭയന്നിട്ട് ഇവന്റെ കഥയും ഉടനെ കഴിക്കണമെന്ന് കരുതി അവരവനെ ഓടിക്കാൻ തുടങ്ങുന്നു. ഈ പയ്യൻ കഷ്ടപ്പെട്ട് ഓടി സ്വന്തം വിഭാഗത്തിലുള്ളവരുടെ അടുത്തെത്തുന്നുണ്ട്. നടന്ന എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നു. തന്റെ വിഭാഗത്തിലുള്ളവർ ഇതിനു വേണ്ടി തിരിച്ചടിക്കുമെന്ന് കരുതിയിട്ടാണ് അവൻ പറഞ്ഞത്. പക്ഷെ ആ വിഭാഗത്തിലുള്ള എല്ലാവരും വല്ലാതെ പേടിക്കുകയാണ്. അവരെ ഒന്നും എതിർത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഇത് കണ്ടു എന്ന് അറിഞ്ഞാൽ അവർ നമ്മുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് മിണ്ടാതെ ഈ നാട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാം എന്ന് അവിടുത്തെ കാരണവർ പറയാണ്. ആ പയ്യൻ മാത്രം എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ളവർ നാട് വിട്ടു പോകാനാണ് തീരുമാനിക്കുന്നത്. അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശില അവിടെ ഉണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് ഇവിടെ നിന്നും പോകാം എന്നവർ കരുതാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ ശരീരത്തിൽ ദൈവം വരാറുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹവും ഈ വഴി തന്നെയാണ് പറയുന്നത്. ശരി, എല്ലാവർക്കും പോകാമെന്ന് തീരുമാനിച്ച് അവർ ആ ശിലയെടുത്ത് അവിടെ നിന്നും പുറപ്പെടാൻ തുടങ്ങുന്നു. ആ നാട്ടുകാർ ഇവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്നും രക്ഷപ്പെടണം എന്നതുകൊണ്ടാണ് ഇവർ പോകുന്നത്. അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ദേശങ്ങൾ അവർ താണ്ടുന്നുണ്ട്. ഇവരെ പോലെ തന്നെ കാട്ടുവാസികളായ ആളുകളുള്ള മറ്റൊരു നാട്ടിൽ ചെന്ന് സഹായം ചോദിച്ചാലോ എന്ന് കരുതി അവർ യാത്ര തുടരുന്നു. ഇപ്പോൾ രാത്രി സമയം അവരും ആ പുതിയ പ്രദേശത്ത് എത്തുകയാണ്. നമ്മളെ പോലെ തന്നെ കഷ്ടപ്പെട്ട് വന്ന ഒരു വിഭാഗമാണ് എന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നു. അവിടെയുള്ള ഗ്രൂപ്പിലുള്ളവരും നമ്മുടെ കൂടെ ഇവരെയും കൂട്ടാം എന്ന് ആലോചിക്കുന്നു. ഇവരും ശരി, നാട്ടിലേക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ, ഒതുങ്ങി തന്നെ ജീവിക്കാം എന്ന് കരുതാണ്. നമ്മൾ ജീവിക്കുന്ന പോലെ ഈ കൂട്ടരെയും കൂടെ കൂട്ടാം എന്ന് കരുതി അവിടെയുള്ളവർ ഇവരെ ചേർക്കാണ്. ഇപ്പോൾ ഇവർ 2 കൂട്ടരും ഒരു ഗ്രൂപ്പായി മാറി ആരാധനയും മറ്റും തുടങ്ങുന്നു. ഇപ്പോൾ ഒരു 10-15 വർഷം കടന്നു പോയതാണ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 1980 കാലഘട്ടമാണെന്ന് വെച്ചോളൂ. ഈ സമയത്താണ് പൂജാകാലം വരുന്നത്. അതായത് വർഷത്തിലൊരിക്കൽ ഉത്സവം പോലെ പൂജ നടത്തുമല്ലോ, ആ സമയം വരികയാണ്. ഇവരെല്ലാവരും ആ ദൈവത്തെ വണങ്ങുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പണ്ണിയാരുടെ വീട്ടിൽ നിന്നും, അതായത് ജന്മിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പഴവും അതുപോലെ തേങ്ങയുമാണ് മോഷ്ടിച്ചത്. മോഷ്ടിച്ച ആൾ കൈയോടെ പിടിക്കപ്പെടുന്നു. ഇപ്പോൾ ജന്മിയുടെ അച്ഛനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അച്ഛൻ ഈ ഒരു പ്രാവശ്യത്തേക്ക് വിട്ടേക്കാം എന്ന് ആലോചിക്കുന്നു. ശരി, പോയിക്കോ എന്ന് ആ മുതിർന്ന ആളിനോട് പറയാണ്. അദ്ദേഹം പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ജന്മി അവിടേക്ക് വരികയാണ്. ഇയാളുടെ പേര് കൃഷ്ണൻ നായർ എന്നാണ്. ഇയാൾ ജാതിയൊക്കെ വല്ലാതെ നോക്കുന്ന ഒരാളാണ്. എൻ്റെ സ്ഥലത്ത് വന്ന് തന്നെ നീ മോഷ്ടിക്കോ, നിന്നെ എന്ത് ചെയ്യണമെന്ന് നോക്കിക്കോ, അവൻ്റെ കൈ പിടിക്ക് എന്ന് അയാൾ ആജ്ഞാപിക്കുന്നു.
അവിടെയുള്ളവർ ആ വലിയ മനുഷ്യന്റെ കൈ പിടിച്ചു വെക്കുകയാണ്. ആ കൈ വെട്ടണം എന്ന തീരുമാനത്തിൽ കൃഷ്ണൻ നായർ ഒരു വെട്ടുകത്തിയെടുത്ത് അയാളുടെ കൈ വെട്ടിക്കളയുന്നു. കൃഷ്ണൻ നായരുടെ അച്ഛൻ പോലും കുഴപ്പമില്ല, പക്ഷേ കൃഷ്ണൻ നായർ വളരെ മോശപ്പെട്ടവനാണെന്ന് ഇവിടെ നമുക്ക് റിവീൽ ചെയ്യുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഇവരുടെ അടുത്താണ് പണിയെടുക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ കാണിക്കുകയാണ്. അവർ ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ഇവരുടെ പേര് ശാന്തി എന്നാണ്. ഇത് നന്നായി ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇവർ ആരുടെ മകളാണെന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട കൃഷ്ണൻ നായരുടെ മകളാണ്. ഇവർ ആദിവാസി വിഭാഗത്തിലുള്ള ഒരാളെ പ്രണയിക്കുന്നുണ്ട്. ഇയാളുടെ പേര് വിഷ്ണു എന്നാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് ടീച്ചർമാരായി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പ്രണയിക്കാനും തുടങ്ങുന്നു. ഈ പെൺകുട്ടി ജാതിയൊന്നും നോക്കാതെ എല്ലാവരോടും സഹകരിക്കുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഈ ആദിവാസി വിഭാഗത്തിലുള്ള മറ്റൊരാളെ കാണിക്കുകയാണ്. ഇയാളുടെ പേര് പരമൻ എന്നാണ്. ഇയാൾ ഒന്നിനും പോവാതെ മാറി നിൽക്കുകയാണ്. എല്ലാവരും ഇയാളെ കുറിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തിനാണ് മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി നമുക്കറിയില്ല. എന്നിരുന്നാലും ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇയാൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കൃഷ്ണൻ നായർ കാട്ടിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാറുണ്ട്. ഇപ്പോൾ രാത്രി സമയം ആളുകളുമായി അയാൾ വരികയാണ്. വേട്ടയാടാമെന്ന് കരുതി മൃഗങ്ങളെ ഉന്നം വെക്കുകയാണ്. ഇതൊക്കെ പൂജ ചെയ്യുന്നവർക്ക് ശബ്ദമായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം അവർ ഇതിന്റെ അടുത്താണല്ലോ ഉള്ളത്. ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് ഇവരും പൂജ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ദൈവം വന്നിട്ട് ഇവരുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കും. അങ്ങനെ ഇപ്പോൾ ദൈവത്തിന്റെ വേഷം കെട്ടിയ ആൾ ഊരു ചുറ്റാൻ തുടങ്ങുന്നു. ഇതൊക്കെ കൃഷ്ണൻ നായർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ ശരിയായ ഭ്രാന്തന്മാരാണ്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നൊക്കെ അയാൾ പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ആ സ്ത്രീയുമായി ബന്ധം പുലർത്താനാണ് അയാൾ അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇയാൾക്ക് ഭാര്യയും മകളും ഒക്കെ ഉണ്ട്. എങ്കിലും ഇടയ്ക്കിടെ ഇത്തരം സ്ത്രീകളുടെ കൂടെ ഇയാൾ കൂടാറുണ്ട്. ഈ കഥയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണേ, എങ്കിലേ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. യഥാർത്ഥത്തിൽ ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകാൻ തുടങ്ങുകയാണ്. ഇനി ഈ ഏരിയയിലെ ഇൻസ്പെക്ടറെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഇൻസ്പെക്ടർ അവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ വല്ലാതെ നോക്കുന്നുണ്ട്. എന്താ ഇവൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നത് എന്ന രീതിയിൽ സ്ത്രീകൾ വസ്ത്രം നേരെയാക്കുന്നുണ്ട്. ഈ ഇൻസ്പെക്ടറും ഇവിടെയുള്ള കൃഷ്ണൻ നായരെ കാണാനാണ് വന്നിരിക്കുന്നത്. കൃഷ്ണൻ നായർക്കെതിരെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഈ ഇൻസ്പെക്ടർ ആക്ഷൻ എടുക്കില്ല. കാരണം ഇടയ്ക്കിടെ കൃഷ്ണൻ നായരുടെ കയ്യിൽ നിന്നും ഇയാൾ പണം വാങ്ങാറുണ്ട്. ഇപ്പോൾ പോലും പെണ്ണുങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കൊരു ഇളം പെണ്ണിനെ വേണം എന്നൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ഞാൻ തീർച്ചയായിട്ടും ഏർപ്പാടാക്കി തരാം എന്ന് കൃഷ്ണൻ നായരും പറയുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും വളരെ മോശം സ്വഭാവമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടറെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ആദിവാസി ജനങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടല്ലോ. അവിടെ മീനാക്ഷി എന്നൊരു പെൺകുട്ടിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ മീനാക്ഷിക്ക് പരമനെ വലിയ ഇഷ്ടമാണ്. അതായത് എല്ലാവരും മാറ്റി നിർത്തിയ ഒരാളില്ലേ, അയാളെ ഈ പെൺകുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയും അടുത്ത് വന്ന് വർത്തമാനം പറയുന്നുണ്ട്. പ്രണയമുള്ളതുകൊണ്ട് കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കുന്നു. പക്ഷെ അയാൾ കുറച്ച് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഒരു മറുപടിയും പറയുന്നില്ല. എന്താ വാ തുറന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് ഇവരും പിണങ്ങി അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ ശാന്തിയും വിഷ്ണുവും സംസാരിക്കുന്നത് നമുക്ക് കാണാം. ശാന്തി കൃഷ്ണൻ നായരുടെ മകളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവർ രണ്ടുപേരും വേറെ വേറെ ജാതിയല്ലേ. എന്റെ അച്ഛൻ തീർച്ചയായിട്ടും ഇതൊന്നും സമ്മതിക്കില്ല. ഈ പ്രണയം ഇവർ അറിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാവും. നമ്മൾ രണ്ടുപേരും എങ്ങനെ ഒന്നിക്കും എന്ന രീതിയിലാണ് വിഷ്ണുവും ശാന്തിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണൻ നായരെയാണ് കാണിക്കുന്നത്. ഇയാൾ നേരത്തെ ഒരു ലേഡിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ, ആ സ്ത്രീ ഇയാളുടെ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഇപ്പൊ വെറ്റിലയും പാക്കും ഒക്കെ ഇവർ റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇയാൾ അവരുടെ ചുണ്ടിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ വഴിക്ക് വന്ന ഇയാളുടെ ഭാര്യ ഇത് കാണുന്നുണ്ട്. ഭാര്യയുടെ പേര് മാലിനി എന്നാണ്. എന്താ വൃത്തികേട് കാണിക്കുന്നത് എന്നവർ ദേഷ്യപ്പെടുകയാണ്. ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇവർക്കറിയാം. പക്ഷെ തന്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എടി, എന്നോട് തന്നെ എതിർത്ത് സംസാരിക്കുന്നോ എന്ന് ചോദിച്ച കൃഷ്ണൻ നായർ ഭാര്യ മാലിനിയായിട്ട് പോതിരെ തല്ലാണ്. അപ്പോഴാണ് ശാന്തി അവിടേക്ക് വരുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നോട് രണ്ടുപേരും എതിർത്ത് സംസാരിക്കാൻ നിൽക്കരുത്, അങ്ങനെ സംസാരിച്ചാൽ രണ്ടുപേരെയും ഞാൻ കൊന്നുകളയും എന്നൊക്കെ വാണിംഗ് കൊടുത്തിട്ട് അയാൾ പോവാണ്. ആദിവാസി വിഭാഗത്തിൽ 1-2 പേര് മാത്രമേ ദൈവവേഷം കെട്ടാറുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരാൾ ദൈവവേഷം കെട്ടുകയാണ്. ഊര് ചുറ്റി വരണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഉത്സവ സമയം വന്നാൽ ഒരു 10 ദിവസം പല ആചാരങ്ങളും ഇവർ ചെയ്യും. അങ്ങനെ ഇവർ ചെയ്യുന്ന ഒരു ആചാരം ഒരു പാട്ട് പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. വയലിലാണല്ലോ ഇവർ കൃഷിയൊക്കെ ചെയ്യുന്നത്. ആ വയലിൽ വെച്ച് ഡാൻസ് കളിക്കണം എന്നൊരു ആചാരം ഉണ്ട് എന്ന് തോന്നുന്നു. അവിടെ വെച്ച് ഇവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അവിടെ വെച്ചും വിഷ്ണുവും ശാന്തിയും സംസാരിക്കുന്നുണ്ട്. ശാന്തി എപ്പോഴും ഇവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. ഈ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ നായർ അവിടേക്ക് വരുന്നു. നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടേക്കൊന്നും നിങ്ങൾ വരാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇവിടെ നിന്നും ഇറങ്ങി പൊക്കോ എന്നൊക്കെ അയാൾ ആക്രോശിക്കുന്നു. തന്റെ മകൾ അവിടെ നിൽക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അവളെ രൂക്ഷമായി നോക്കിയിട്ട് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ വന്നത്? പോടാ എന്ന് വീണ്ടും വാണിംഗ് കൊടുക്കുന്നു. കാരണം ഇവരൊക്കെ ആദിവാസികളാണല്ലോ. ഈ സ്ഥലത്തേക്കൊന്നും വെറുതെ വരാൻ പാടില്ല എന്ന നിയമം അവിടെയുണ്ട്. ഞങ്ങൾ ഇവിടെ വരുന്നതിൽ എന്താ തെറ്റ് എന്ന് ആ വിഭാഗത്തിൽപ്പെട്ടവരും ചോദിക്കുന്നുണ്ട്.
എന്നെ എതിർത്ത് സംസാരിക്കുന്നോ എന്നയാൾ ദേഷ്യപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ നിന്നും പരമൻ എന്നൊരാൾ സംസാരിക്കുന്നുണ്ട്. കൂടാതെ വിഷ്ണു എന്ന നമ്മുടെ ഹീറോയും സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ അവർ ഇവരുടെ ദേഹത്ത് കൈവെക്കുന്നുണ്ട്. എന്റെ ദേഹത്ത് തന്നെ നീ കൈവെക്കുന്നോ എന്ന് പറഞ്ഞ് അവർ തൊട്ട ഭാഗമൊക്കെ ഇയാൾ വെള്ളം ഒഴിച്ച് കഴുകാണ്. എന്റെ ദേഹത്ത് കൈവച്ചില്ലേ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്ന് വാണിംഗ് കൊടുക്കുന്നു. കാരണം ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ മുതൽ എല്ലാം അവരുടെ സൈഡിൽ നിന്നാണ് വരേണ്ടത്, അതായത് കൃഷ്ണനായരുടെ സൈഡിൽ നിന്ന്. ഇനി ഇതിനു ശേഷം ഒന്നും കിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാനും നോക്കട്ടെ എന്നൊക്കെ അയാൾ വെല്ലുവിളിക്കുകയാണ്. പ്രത്യേകിച്ച് പരമനാണല്ലോ സംസാരിച്ചത്. പരമനെ നോക്കിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിട്ട് പോകുന്നത്. ഇപ്പോൾ മീനാക്ഷി എന്ന പെൺകുട്ടിയുടെ ചേച്ചിയാണ് കാണിക്കുന്നത്. അവര് മാലിനിയുടെ, അതായത് കൃഷ്ണനായരുടെ ഭാര്യയുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. കൃഷ്ണനായരുമായി ഉണ്ടായ വഴക്കിനെ പറ്റി മാലിനിയോട് പറയാണ്. ശരി, വിഷമിക്കണ്ട, എന്റെ സൈഡിൽ നിന്നും ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ തന്ന് സഹായിക്കാം എന്ന് മാലിനിയും പറയുന്നുണ്ട്. ഇതിനു പുറമെ ആ ചേച്ചി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് എന്റെ അനിയത്തിയായ മീനാക്ഷി ആ പരമനെ സ്നേഹിക്കുന്നതായി പറയുന്നു. അവനെ കെട്ടണമെന്ന് പറയുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് ആലോചിക്കുകയാണ്. ഇത് കേൾക്കുന്ന മാലിനി, എനിക്ക് പരമനെ അറിയാം, അവൻ വളരെ നല്ലവനാണ്, മിണ്ടാതെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് വിട്ടേക്ക് എന്ന് പറയാണ്. ശരി, ഞാനും അതാണ് ആലോചിക്കുന്നത്, എന്ത് തീരുമാനിക്കണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ചേച്ചി പോകാൻ നോക്കുകയാണ്. അങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഈ പഴങ്ങളൊക്കെ നിനക്കായി എടുത്തോ എന്ന് മാലിനി പറയാണ്. ശരി, പഴം എടുത്ത് പോവാം എന്ന് പറഞ്ഞ് ആ ചേച്ചി ഇറങ്ങാണ്. അപ്പോഴേക്കും കൃഷ്ണനായരുടെ ആളുകൾ അവിടേക്ക് വരുന്നു. കൃഷ്ണനായരുടെ അച്ഛനും ആളുകളും വരുന്നു. നീ എന്താടി ചെയ്യുന്നത്? അവർക്ക് ആർക്കും ഒന്നും കൊടുക്കരുത് എന്ന് അവൻ പറഞ്ഞിട്ടില്ലേ? നീ പാട്ടും പാടി ഈ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ടല്ലോ. നിന്റെ ഭർത്താവിന്റെ വാക്ക് നീ തന്നെ കേൾക്കില്ലേ എന്ന് പറഞ്ഞ് അയാൾ അവിടെ കിടന്ന് ഒച്ചെടുക്കാണ്. പഴം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ അത് പിടിച്ചു വാങ്ങി അവരെ പറഞ്ഞയക്കുന്നു. വിഷ്ണു എന്ന നമ്മുടെ ഹീറോയെ കാണിച്ചില്ലേ? ആ ഹീറോ സ്കൂളിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. നീ സ്കൂൾ പരിസരത്തേക്കൊന്നും വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാന്നറിയാതെ ചെറുപ്പക്കാരായ പയ്യന്മാര് സംസാരിക്കുകയാണ്. ഇപ്പൊ മീനാക്ഷി നടന്നു പോകുമ്പോൾ കൃഷ്ണൻ നായർ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ആക്രമിക്കാൻ നോക്കുന്നു. ജാതിയൊന്നും ഈ വിഷയത്തിൽ ആൾക്ക് പ്രശ്നമല്ല എന്ന് തോന്നുന്നു. കൃത്യസമയത്ത് ചേച്ചി അവിടേക്ക് വരാണ്. എന്റെ അനിയത്തെ വിട് എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് രക്ഷിച്ചു കൊണ്ടുപോവാണ്. ഇടയ്ക്കിടെ കൃഷ്ണൻ നായർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിൽ വിഷ്ണു കുറച്ച് ചെറുപ്പമാണ്. ഇനിയും ചില ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെല്ലാരും കൂടി കൃഷ്ണൻ നായരോട് നമുക്ക് വഴക്കിന് പോകണം, അവനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള കാരണവർ കുറച്ച് അടങ്ങിയിരിക്കുക, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. അവന് മേലുദ്യോഗസ്ഥനായി ഒരു ലേഡി ഉണ്ടല്ലോ, അവരെ കണ്ട് നമ്മുടെ കഷ്ടപ്പാട് പറയാം, ആ ലേഡി സഹായിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ്. അതായത് ഇവൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണെങ്കിൽ ഇവന്റെ മുകളിലും ഒരാളുണ്ടാവുമല്ലോ, അവരടുത്തുള്ള സ്ഥലത്ത് തന്നെയാണുള്ളത്, അവരോട് പോയി പറയാം എന്ന് പൂജാരി പറയുന്നു. എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കാണാൻ ചെല്ലുകയാണ്. ഇതാണ് ആ ലേഡി. എന്താ എല്ലാവരും വന്നിരിക്കുന്നത് എന്ന് ആ ലേഡി ചോദിക്കുമ്പോൾ ഇവരും പ്രശ്നം പറയാണ്. കൃഷ്ണൻ നായർ ഞങ്ങൾക്ക് തരേണ്ടതൊന്നും മര്യാദയ്ക്ക് തരുന്നില്ല, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, നിങ്ങളാണ് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടത് എന്ന് പറയാണ്. എന്റെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ അയക്കുകയാണ്. ശരി, ആ ലേഡിയോട് പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം എന്ന് കരുതി അവർ റുട്ടീൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ദൈവത്തോട്, അതായത് തെയ്യത്തോട് എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹാരം ചോദിക്കുന്നുണ്ട്. ഈ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ നായർ ആളുകളെയും കൂട്ടി അവിടേക്ക് വരികയാണ്. എന്താടാ, എനിക്കെതിരെ ആ ലേഡിയോട് പോയി പരാതി പറഞ്ഞു, ആ ലേഡിയെ കൊണ്ടുപോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അയാൾ അഹങ്കാരത്തോടെ സംസാരിക്കുകയാണ്. ഇവന് രണ്ടുപേരോടാണ് കടുത്ത ദേഷ്യമുള്ളത്. ഒന്ന് വിഷ്ണു, അതായത് തന്റെ മകളോട് സംസാരിക്കുന്നവൻ, പിന്നെ പരമനോട്. അവർ രണ്ടുപേരെയും എന്തെങ്കിലും ചെയ്യണം എന്നവൻ ആലോചിക്കുകയാണ്. ഇവർ രണ്ടുപേരും എന്റെ കാലിൽ വീണു മാപ്പ് പറയണം, ഞാൻ പൊതിരെ തല്ലും, അത് വാങ്ങിക്കണം, എങ്കിലേ ഞാൻ വിടുള്ളൂ, ഇല്ലെങ്കിൽ ഈ പ്രശ്നം വിടില്ല എന്ന് പറയാണ്. പക്ഷെ ആ ഗ്രൂപ്പിലുള്ളവർ അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയാണ്. ഒരുവിധം വഴക്കിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ്. ഇപ്പൊ ചേച്ചി മീനാക്ഷിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ ചേച്ചിക്ക് വേറൊരു ഭാഗത്തു നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. മീനാക്ഷി, നീ വീട്ടിലേക്ക് പോക്കോ, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ചേച്ചി തനിയെ പോവാണ്. മീനാക്ഷി വീട്ടിലേക്ക് പോവാണ്. ചേച്ചി വേറൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചേച്ചി എന്തോ ഒന്ന് കാണുന്നതായി കാണിക്കുന്നുണ്ട്. അവരാരെയോ കാണുന്നുണ്ട്. പെട്ടെന്ന് ആ വ്യക്തി ആക്രമിക്കുകയാണ്. അവർ 10 എന്ന് പറഞ്ഞ് വീഴുന്നതായി കാണിക്കുന്നു. പിറ്റേന്ന് രാവിലെ വിഷ്ണുവും ശാന്തിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാം ഏതോ ഭാഗത്തേക്ക് ഓടുകയാണ്. എല്ലാവരും എങ്ങോട്ടേക്കാണ് ഓടുന്നത് എന്ന് കരുതി ഇവർ രണ്ടുപേരും ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ഒരു അരുവി ഒഴുകുന്നുണ്ട്. അവിടെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ആരുടെ ബോഡിയാണെന്ന് നോക്കിയാൽ മീനാക്ഷിയുടെ ചേച്ചിയായി കാണിച്ചില്ലേ, അവരുടെ ബോഡിയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ആരോ അടിച്ചു കൊന്നതുപോലെ കാണിച്ചിരുന്നല്ലോ. പക്ഷെ ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒരു പക്ഷെ കാൽ വഴുതി വീണ് മരിച്ചതാകുമോ എന്നിവർ സംശയിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണൻ നായരും ആളുകളും ആ ലേഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിവാസി വിഭാഗക്കാർ മൊത്തമായി അവിടേക്ക് വരാണ്. ഇവർക്കും കൃഷ്ണൻ നായരുടെ മേലെ തന്നെയാണ് സംശയം. കാരണം ചേച്ചിയുമായി അവന് വഴക്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മീനാക്ഷിയുടെ ചേച്ചിയെ ഇവൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് അവർ സംശയിക്കുന്നു. ഇവന് മീനാക്ഷിയുടെ മേലൊരു കണ്ണുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി എന്തോ ചെയ്തത് എന്ന് നാട്ടുകാർ പറയാണ്. ഇപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ അവിടെ വെച്ച് വഴക്കുണ്ടാവുകയാണ്. എന്റെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നോ, നിർത്ത് എന്ന് ആ ലേഡി പറയാണ്. കൃഷ്ണൻ നായരുടെ മകൾ ശാന്തി ആദിവാസി വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കാണുന്ന ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്റെ മകളായിരുന്നിട്ട് കൂടി നീ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നോ എന്ന് അയാൾ ചൂടാവുകയാണ്.
പക്ഷെ ആ ലേഡി എല്ലാവരോടും ശാന്തരാകാൻ പറയാണ്. നിങ്ങൾ തൽക്കാലം പൊക്കോളൂ, ഞാൻ ഇതിന് നല്ലൊരു വഴി പറയാം എന്ന് പറയാണ്. ഗ്രാമവാസികളും അത് വിശ്വസിച്ച് അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ മീനാക്ഷി തനിയായല്ലോ, അതുകൊണ്ട് ഇവരുടെ സുരക്ഷയ്ക്കായി കല്യാണം കഴിപ്പിച്ചു വെക്കാം എന്ന് നാട്ടുകാർ സംസാരിക്കുകയാണ്. പൂജാരിയുടെ അസിസ്റ്റന്റായി ഒരാളുണ്ട്. പൂജാരിയുടെ അടുത്ത് നിൽക്കുന്ന അയാൾ ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് പറയാണ്. ആദിവാസി കൂട്ടത്തിൽ മധ്യവയസ്കനായ ഒരാളുണ്ട്. ഇത് ആ അസിസ്റ്റന്റ് തന്നെയാകാം. ആ കുട്ടിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ കെട്ടാം എന്ന് വിഷ്ണുവിനോട് ഇയാൾ പറയാണ്. ആ കുട്ടി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. നീ എന്താ മോളെ ഈ പറയുന്നത്? ഇവരിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ എന്ന് നാട്ടുകാർ പറയാണ്. അതിന് ആ കുട്ടി, എനിക്ക് പരമനെയാണ് ഇഷ്ടം, ഞാൻ പരമനെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നു. അയാളും കുറച്ച് പ്രായമുള്ള ആളാണ്, പക്ഷെ അയാളെയാണ് ഇഷ്ടം എന്ന് ഈ കുട്ടി പറയാണ്. പരമ, നീ കല്യാണം കഴിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാളും ഒരു സ്റ്റേജിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം നടത്തി കൊടുക്കാം എന്ന് നാട്ടുകാർ തീരുമാനിക്കുന്നു. ആദിവാസി വിഭാഗത്തിൽ തന്നെ 2-3 പേർ കൃഷ്ണൻ നായരുടെ അടുത്ത് പണിക്ക് പോകുന്നവരുണ്ടല്ലോ. സോ ഈ കൃഷ്ണൻ നായർക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ നായരും ആ ഇൻസ്പെക്ടറും കൂടി ഒരുപാട് മദ്യമൊക്കെ കുടിക്കുന്നു. കൃഷ്ണൻ നായർ പറയുന്നുണ്ട്, ഞാൻ എത്രയോ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ട്, പക്ഷെ ആ കാട്ടുവാസി പെണ്ണായ മീനാക്ഷിയുടെ മേലെ എനിക്കൊരു കണ്ണുണ്ട്, അവളെ എനിക്ക് വേണം എന്ന് പറയുന്നു. എനിക്കും അവളുടെ മേലൊരു കണ്ണുണ്ട് എന്ന് ഇൻസ്പെക്ടറും പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ കൂടെ കിടക്കണം, അതിനെന്തെങ്കിലും പ്ലാൻ ഇടണം എന്ന് ഡിസ്കസ് ചെയ്യാണ്. പരമൻ എങ്ങോട്ടോ പോകുമ്പോൾ മീനാക്ഷി ഓടി വന്ന് സംസാരിക്കുകയാണ്. എനിക്ക് വരുമ്പോൾ അത്തിപ്പഴം പറിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുകയാണ്. ശരി, പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അയാളും ചിരിച്ചുകൊണ്ട് പോകുന്നു. ഇയാൾ നടന്നു വരുമ്പോൾ സ്വന്തം ജാതിയിൽപ്പെട്ട ഒരാൾ സംസാരിക്കാൻ വരാണ്. ഇയാൾ കൃഷ്ണൻ നായരുടെ അടുത്ത് പണി ചെയ്യുന്ന ആളാണ്. വന്നവൻ മീനാക്ഷിയെ പറ്റി മോശമായി പറയാണ്. നീ വിചാരിക്കുന്ന പോലെ അവൾ അത്ര നല്ലവളൊന്നുമല്ല, പലർക്കും അങ്ങനെ ഇങ്ങനെ ഇരുന്നവളാണ്, അവളെയാണോ നീ കെട്ടാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ആവശ്യമില്ലാതെ വായിക്ക് തോന്നിയത് പറയണ്ട, ഇവിടെ നിന്നും പോടാ എന്ന് പറഞ്ഞ് പരമൻ അയാളെ വിരട്ടി ഓടിക്കുകയാണ്. കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ഗ്രാമവാസികൾ നേരത്തെ ചെയ്തല്ലോ. ഇപ്പോൾ രണ്ടുപേരും കല്യാണ വേഷത്തിലാണ്. രണ്ടുപേരുടെയും കല്യാണം അവിടെ നല്ല രീതിയിൽ നടക്കുകയാണ്. കല്യാണം മുടക്കാൻ ഒരാൾ ശ്രമിച്ചില്ലേ, അയാൾ കൃഷ്ണൻ നായരുടെ അടുത്ത് വരികയാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കി, പക്ഷെ അതെല്ലാം മറികടന്ന് അവൻ കല്യാണം കഴിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന കൃഷ്ണൻ നായർക്ക് ദേഷ്യം വരികയാണ്. അവൻ കല്യാണം കഴിച്ചാലും ശരി, ആ മീനാക്ഷിയെ ഞാൻ വെറുതെ വിടില്ല എന്ന് അയാൾ പറയുന്നു. ഇവൻ ചെയ്യുന്നതൊന്നും അച്ഛന് തീരെ പിടിക്കുന്നില്ല. അച്ഛനും ആ രാഷ്ട്രീയക്കാരിയായ ലേഡിയുടെ അടുത്ത് വരികയാണ്. ആദിവാസികളും നാട്ടുകാരും ഒത്തുചേർന്നാണ് ഈ ഗ്രാമം റണ്ണാവുന്നത്. സഹകരിച്ചാണ് ഇത്രയും വർഷം പോയത്. അവരവിടെ ഉണ്ടാവാൻ പാടില്ല, അവരെ മൊത്തം കാലിയാക്കണം എന്നിവൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ നടന്നാൽ ഈ നാട് എന്താകും എന്ന് ആലോചിക്കാൻ പോലും വയ്യ. നിങ്ങളാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആ ലേഡിയോട് പറയാണ്. ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ആ ലേഡിയും പറയാണ്. പരമനും മീനാക്ഷിക്കും കല്യാണം കഴിഞ്ഞല്ലോ. ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണ്. ഇവർ രണ്ടുപേരും കുടിലിൽ റൊമാൻറ്റിക്കായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പരമനെ കൊണ്ടുപോകാൻ ആളുകൾ വരുന്നത്. സുരക്ഷയ്ക്ക് വേറൊരാളെ വേണം, നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയാണ്. ഞാൻ വരണോ? ഇന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇയാൾ പറഞ്ഞു നോക്കുന്നുണ്ട്. വളരെ പ്രധാനമാണ്, നീ വന്നേ തീരൂ എന്നവർ പറയാണ്. ശരി, പോകാം എന്ന് പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങാൻ തയ്യാറാവുന്നു. ഇതെല്ലാം കൃഷ്ണൻ നായരുടെ പ്ലാനാണ്. വീട്ടിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ ഇട്ടത്. ഇതൊന്നും അറിയാതെ പരമൻ മീനാക്ഷിയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. കുറച്ചു ദൂരം ഇയാൾ നടന്നു വന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ അത്തിപ്പഴം നിൽക്കുന്ന മരം ഇയാൾ കണ്ടിരുന്നു. നേരത്തെ മീനാക്ഷി ചോദിച്ചില്ലേ, അപ്പോൾ കിട്ടിയില്ല. ഇപ്പോൾ കിട്ടിയല്ലോ എന്ന് കരുതി അയാൾ വേഗത്തിൽ പഴം പറിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മീനാക്ഷിക്ക് ആരോ വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കാണ്. അദ്ദേഹം തിരിച്ചു വന്ന് കാണും എന്ന് കരുതി വാതിൽ ഓർക്കാണ്. പക്ഷെ അവിടെ കൃഷ്ണൻ നായർ വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് പരമനെ കാണിക്കുന്നു. പഴം കൊടുത്തിട്ട് പോകാമെന്ന് കരുതി ഇയാൾ വീടിനടുത്തേക്ക് വരികയാണ്. വരുമ്പോൾ വാതിലുകൾ കൃഷ്ണൻ നായരുടെ ചെരുപ്പ് കിടക്കുന്നു. എന്താ ഇവന്റെ ചെരുപ്പ് ഇവിടെ എന്ന് ഇയാൾ ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാര്യയോട് അതിക്രമം കാണിക്കുകയാണെങ്കിൽ അവൾ ഒച്ച വയ്ക്കുമല്ലോ. ഒച്ചയൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അവളും സമ്മതിച്ചു കാണും. രണ്ടുപേരും ഒന്നിച്ചാണ് എന്ന് തോന്നുന്നു എന്നൊക്കെ അയാളെ തെറ്റിദ്ധരിക്കുന്നു. ഇയാളുടെ മനസ്സ് മടുത്തു പോവാണ്. ശരി, നമുക്ക് പോകാം എന്ന് കരുതി സൈലന്റായി അവിടെ നിന്നും പോവാണ്. അപ്പോഴാണ് ഉള്ളിൽ നടക്കുന്ന കാര്യം നമ്മളെ കാണിക്കുന്നത്. ഭർത്താവ് വന്നതാണെന്ന് കരുതി മീനാക്ഷി നോക്കുമ്പോൾ കൃഷ്ണൻ നായർ അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നു. അതുകൊണ്ടാണ് നിലവിളിക്കാൻ കഴിയാതെ അവൾ കഷ്ടപ്പെടുന്നത്. പക്ഷെ പരമൻ വിചാരിക്കുന്നത് ഭാര്യ അവന്റെ കൂടെയാണ് എന്നാണ്. ഭാര്യയെ പറ്റി അവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇയാളും വിശ്വസിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് ഇയാൾ നടന്നു പോകുമ്പോൾ എതിരെ ആരോ വരുന്നുണ്ട്. ആരായത് എന്ന് അയാൾ നോക്കുമ്പോൾ പടയെന്ന് ഒരു അടി വീഴുന്നുണ്ട്. ആ സീൻ കട്ട് ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. മീനാക്ഷിയുടെ ചേച്ചി മരിച്ചു കിടന്ന സ്ഥലമില്ലേ, അവിടെ തന്നെയാണ് ഇയാളുടെ ബോഡിയും കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ പോലീസ് ബോഡി എടുക്കാൻ വന്നിരിക്കുകയാണ്. ആദിവാസികൾക്കെല്ലാം ആരാണിത് ചെയ്തതെന്ന് ഏകദേശം അറിയാം. കൃഷ്ണൻ നായരുടെ പണിയാണ് എന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഇവിടെയുള്ള പോലീസും അതൊന്നും അല്ല, വായടക്കെ എന്ന് പറഞ്ഞ് വിരട്ടുകയാണ്. എന്താ നീ ഓവറായി കളിക്കുന്നത് എന്ന് ചോദിച്ച് ജനം ഇൻസ്പെക്ടറെ അടിക്കാൻ തുടങ്ങുന്നു. കാരണം ഇൻസ്പെക്ടർ എപ്പോഴും കൃഷ്ണൻ നായർക്ക് സപ്പോർട്ടാണല്ലോ. ജനങ്ങൾ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ്. പോലീസിനെയും കൃഷ്ണൻ നായരുടെ ആളുകളെയും അടിക്കുകയാണ്. ഒരു സ്റ്റേജിൽ ഇൻസ്പെക്ടർ ഇനി ആരെങ്കിലും അടിച്ചാൽ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് തോക്കെടുക്കുകയാണ്. അപ്പോഴാണ് കൺട്രോൾ ആവുന്നത്. ഇവരെല്ലാവരും കൃഷ്ണൻ നായരാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു. ആ ലേഡിയോട്, അതായത് രാഷ്ട്രീയക്കാരിയോട് സംസാരിക്കാൻ വരികയാണ്. പ്രത്യേകിച്ച് വിഷ്ണുവും പൂജാരിയുടെ അസിസ്റ്റന്റും ഇത് പറയുന്നുണ്ട്. ആ കുട്ടി എന്ത് പറയുന്നു എന്ന് കേൾക്കാം എന്ന് ആ ലേഡി പറയാണ്. കുട്ടിയെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്താ മോളെ സംഭവിച്ചത്? കൃഷ്ണൻ നായരാണോ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്.
അയാൾ ചെയ്യാൻ സാധ്യതയില്ല എന്ന് ആ കുട്ടിയും പറയാണ്. അപ്പോഴാണ് നടന്ന കാര്യം റിവീൽ ചെയ്യുന്നത്. ഭർത്താവാണെന്ന് കരുതി നോക്കുമ്പോൾ കൃഷ്ണൻ നായർ വായ പൊത്തിപ്പിടിച്ചല്ലേ. അപ്പോൾ എന്ത് നടന്നു എന്ന് കാണിക്കുന്നു. എങ്ങനെയെങ്കിലും തടുക്കണമെന്ന് കരുതി അവൾ അയാളുമായി മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു സാധനം എടുത്ത് കൃഷ്ണൻ നായരുടെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ബോധം കെട്ട് താഴെ വീണിട്ടുണ്ടായിരുന്നു. പരമൻ രാവിലെ വരുമ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി അവൾ അവിടെ തന്നെ ഇരുന്നു. കൃഷ്ണൻ നായർ അവിടെ തന്നെ ബോധമില്ലാതെ കിടന്നു. രാവിലെ കൃഷ്ണൻ നായരെ കാണാനില്ല എന്ന് പറഞ്ഞ് ആളുകൾ വന്നപ്പോൾ അയാൾ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. സോ നേരം വെളുക്കുന്നത് വരെ കൃഷ്ണൻ നായർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആ കുട്ടി പറയാണ്. അതുകൊണ്ട് അയാൾ കൊലപാതകം ചെയ്യാൻ സാധ്യതയില്ല എന്നെല്ലാവർക്കും മനസ്സിലാവുന്നു. അവനല്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്തത് എന്ന ചോദ്യം വരികയാണ്. അപ്പോൾ ഒരാൾ ജനക്കൂട്ടത്തെ മാറ്റി മുന്നോട്ടേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ മരിച്ചയാളുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്നും ഒരു മോതിരം കിട്ടിയിട്ടുണ്ടാവും. ഈ മോതിരം ഇട്ടിരിക്കുന്നവനാണ് കൊല ചെയ്തത്. ഈ മോതിരം നോക്ക് എന്ന് അയാൾ കാണിക്കാണ്. കൃഷ്ണൻ നായരല്ല എന്ന് തെളിഞ്ഞു. ആരാണ് ചെയ്തതെന്ന് ഉടനെ കണ്ടുപിടിക്കാം എന്നും പറയുന്നുണ്ട്. ഇപ്പൊ പരമൻ മരിച്ചതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്. മീനാക്ഷി കരയാണ്. മീനാക്ഷി മാത്രമല്ല, മാലിനിയും അതായത് കൃഷ്ണൻ നായരുടെ ഭാര്യയും കരയുന്നുണ്ട്. ഇവിടെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മാലിനി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്തോ ഒരു അസുഖം വന്നിരുന്നു. വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് കരുതി മാലിനിയുടെ മാതാപിതാക്കൾ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പരമൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് തന്റെ കുടിലേക്ക് കൊണ്ടുവന്നു. ഇയാൾ തനിയാണ് താമസം. ആ കുട്ടിക്ക് ചെറിയ ചികിത്സയൊക്കെ കൊടുത്ത് ഭേദമാക്കി. ഈ സമയത്ത് രണ്ടുപേരും ടീനേജ് പ്രായത്തിൽ പ്രണയിക്കാൻ തുടങ്ങി. അസുഖം കുറഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവളെ തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ ഇവർ തമ്മിലുള്ള പ്രണയം കാരണം മാലിനി ഗർഭിണിയായി. അതിന് കാരണം പരമനാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞു. പരമനെ അവർ തല്ലി ഓടിച്ചു. ഇനി ഈ ഭാഗത്തേക്ക് വരരുത് എന്നും പറഞ്ഞു. ഉടനെ മകൾക്ക് കല്യാണം നടത്തണം എന്ന് കരുതിയിട്ടാണ് കൃഷ്ണൻ നായരുമായി കല്യാണം നടത്തിയത്. എൻ്റെ അനിയത്തി പരമനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരമൻ നല്ലവനാണ്, കെട്ടിച്ചു കൊടുക്കുകയെന്ന് മാലിനി പറയാൻ കാരണം ഇതാണ്. ഒരു കാലത്ത് അവർ പരമനെ സ്നേഹിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിഷ്ണു ശാന്തിയോട് പറയുന്നുണ്ട്. കൃഷ്ണൻ നായർ നിന്റെ അച്ഛനല്ല, പരമനാണ് നിന്റെ അച്ഛൻ. ഇത് മുൻപേ പറയണമെന്ന് കരുതിയതാണ്. നീ എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ട് പറയാതിരുന്നതാണ് എന്ന് പറയുന്നു. ആ കുട്ടിക്ക് പരമൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛ എന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം വരാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും കൃഷ്ണൻ നായർ എങ്ങനെ കല്യാണം കഴിച്ചു എന്ന് സംശയം വരാം. യഥാർത്ഥത്തിൽ കൃഷ്ണൻ നായർക്ക് അറിയാമായിരുന്നു മാലിനി വേറൊരാളിൽ ഗർഭിണിയാണെന്ന്. പക്ഷേ മാലിനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. സ്വത്തിനെ ആശിച്ചിട്ടാണ് അയാൾ കല്യാണം കഴിച്ചത്. അതുകൊണ്ടാണ് മാലിനിയെയും മകളെയും അയാൾ വെറുക്കുന്നത്. മകളെ എപ്പോഴും തല്ലുന്നതും അതുകൊണ്ടാണ്. ഇതെല്ലാം മകൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണൻ നായർ ആദിവാസി വിഭാഗത്തെ മൊത്തം അടിക്കണം എന്ന ദേഷ്യത്തിലാണ്. അപ്പോഴും അച്ഛൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ കേൾക്കുന്നില്ല. ഇപ്പോൾ അച്ഛൻ രാത്രി കാട്ടുപ്രദേശത്ത് കൂടി നടന്നു വരാണ്. അപ്പോൾ ദൈവം അയാളെ ആക്രമിക്കുന്നു. ഇത് അയാൾക്ക് സ്വപ്നമായിട്ടാണ് വന്നത്. എന്താ ഇങ്ങനെ ഒരു സ്വപ്നം വരുന്നത്, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ഇയാൾ ആരെയോ കാണാൻ പോവാണ്. അപ്പോൾ ഇയാളെ ആരോ ആക്രമിക്കുന്നതായി കാണിക്കുന്നുണ്ട്. കൃഷ്ണൻ നായർ ആ വിഭാഗത്തെ മൊത്തം ഇല്ലാതാക്കാൻ ഇൻസ്പെക്ടറുമായി ചേർന്ന് പദ്ധതിയിടാണ്. ഇത് മകൾ കേൾക്കുന്നുണ്ട്. ഇത് ഞാൻ സമ്മതിക്കില്ല, എല്ലാവരോടും പറയും എന്നവള് പറയാണ്. ഇയാൾ അമ്മയും മകളെയും ഒരു മുറിയിൽ പൂട്ടിയിടാണ്. വേലക്കാരിയോട് നോക്കിക്കോളാൻ പറയുന്നു. കൃഷ്ണൻ നായരുടെ അച്ഛനെ ആരോ ആക്രമിച്ചതായി കാണിച്ചില്ലേ, അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. കെട്ടഴിച്ചു വിട് എന്ന് ആ വഴി പോകുന്ന ഒരാളോട് പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ഈ സമയം അവിടെ ദൈവത്തിന്റെ ചടങ്ങ് നടക്കുകയാണ്. ദൈവവേഷം കെട്ടിയ ആള് ഇരിക്കുകയാണ്. അദ്ദേഹത്തോട് എല്ലാവരും കുറി ചോദിക്കുകയാണ്. ഇപ്പോൾ രക്ഷപ്പെട്ട അച്ഛൻ ദൈവത്തിന് മുമ്പിൽ വരുന്നു. നിന്റെ വേഷം കെട്ടിയിട്ടാണ് ഒരുത്തൻ കൊലപാതകം നടത്തുന്നത് എന്ന സത്യം അദ്ദേഹത്തെ വിളിച്ചു പറയുന്നു. അപ്പോഴേക്കും ആ വേലക്കാരി അമ്മയും മകളെയും തുറന്നു വിട്ടു. അമ്മയും മകളും കാര്യം പറയാൻ ഓടി വരികയാണ്. കൃഷ്ണൻ നായർ ഗ്രാമം നശിപ്പിക്കാൻ നോക്കുന്നു എന്നവർ പറയാണ്. ഇപ്പോൾ ദൈവവേഷം കെട്ടിയ ആൾ ഇതിനെല്ലാം തീരുമാനം ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഓടുകയാണ്. ജനങ്ങളും പുറകെ ഓടുന്നു. ഓടി വരുമ്പോൾ എതിരെ ആരെയോ ഇടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവനാണ് ദൈവവേഷം കെട്ടി പറ്റിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ യഥാർത്ഥ ദൈവവും ആൾമാറാട്ടം നടത്തിയവനും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ്. ആ വേഷം കെട്ടിയവൻ ആരാണെന്ന് ഇപ്പോഴാണ് റിവീൽ ആവുന്നത്. അതും ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവൻ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ മധ്യവയസ്കൻ, അതായത് വിഷ്ണുവിനോട് ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞയാൾ. ഇവനും ചെറുപ്പം മുതൽ വേഷം കെട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് ചില നിയമങ്ങൾ ഉള്ളത് കൊണ്ട് ഇവൻ അതിന് കഴിഞ്ഞില്ല. ആ ദേഷ്യത്തിലാണ് ഇവൻ വേഷം കെട്ടി പറ്റിക്കാൻ തുടങ്ങിയത്. ആ കുട്ടി തന്നെ റിജക്ട് ചെയ്ത ദേഷ്യം ഇവനുണ്ട്. കല്യാണത്തിന് മുൻപും ഇവൻ ദേഷ്യത്തിലായിരുന്നു. ഒരു സ്റ്റേജിൽ ഇവന്റെ മുഖം വെളിവാവുന്നുണ്ട്. നീ ആയിരുന്നോ എന്ന് നാട്ടുകാര് ഷോക്കാവാണ്. യഥാർത്ഥത്തിൽ ഇവൻ ഒറ്റയ്ക്കല്ല, ഇവനും കൃഷ്ണൻ നായരും ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത്. മീനാക്ഷിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ നായർ പ്ലാൻ ഇട്ടത്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ മീനാക്ഷിയെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചത്. ചേച്ചി ഉള്ളിടത്തോളം അത് നടക്കില്ല എന്ന് കരുതിയിട്ടാണ് ചേച്ചിയുടെ കഥ അവര് കഴിച്ചത്. മീനാക്ഷിയെ കല്യാണം കഴിച്ച് കൃഷ്ണൻ നായരുടെ കൂടെ അയക്കാം എന്നായിരുന്നു ഇവന്റെ പ്ലാൻ. ഇതെല്ലാം നാട്ടുകാർക്ക് മനസ്സിലാവുന്നു. കൃഷ്ണൻ നായരുടെ അച്ഛൻ ഈ ആദിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് രാത്രി വന്നത്. അപ്പോഴാണ് ദൈവവേഷം വേറൊരാൾ കെട്ടിയിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് അച്ഛനെ അവർ പിടിച്ചു കെട്ടിയത്. പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ട് സത്യം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് വേഷം കെട്ടിയവനെ പിടിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അടിപിടി നടക്കുമ്പോൾ മീനാക്ഷി പെട്ടെന്ന് തോക്കെടുക്കുകയാണ്. ആ തോക്ക് വെച്ച് ആ വേഷം കെട്ടിയവനെ വെടിവെക്കുന്നു. അതുപോലെ കൃഷ്ണൻ നായരെയും വെടിവെക്കുകയാണ്. കൃഷ്ണൻ നായർ ഉള്ളിടത്തോളം ഒന്നും ശരിയാകില്ല, ഇവൻ ചാകണമെന്ന് കരുതിയിട്ടാണ് വെടിവെച്ചത്. അതിനുശേഷം നിയമപരമായി എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. ഇപ്പോഴും ആ റിച്വൽ കഴിഞ്ഞിട്ടില്ല.
ഇന്ന് ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്. എല്ലാവരും ചേർന്ന് ഉത്സവം ആഘോഷിക്കുന്നു. ഇപ്പോൾ ആ ദേവവേഷം ആരാണ് കെട്ടിയിരിക്കുന്നതെന്ന് അറിയാമോ? വിഷ്ണുവാണ് ആ വേഷം കെട്ടിയിരിക്കുന്നത്. അവൻ സന്തോഷത്തോടെ എല്ലാവരെയും നോക്കുകയാണ്. മരിച്ചുപോയ എല്ലാവരെയും ആ കൂട്ടത്തിൽ കാണുന്നുണ്ട്. തുടക്കത്തിൽ അച്ഛൻ മരിക്കുന്ന കണ്ട ആ ചെറിയ പയ്യനില്ലേ, ഇവനെ കാണിക്കുന്നു. അവനാണ് വളർന്ന് വിഷ്ണു ആയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അവൻ ദൈവമായി നോക്കുമ്പോൾ അവന്റെ കുട്ടിക്കാലത്തെ തന്നെ കാണുന്നതായി കാണിച്ച് സിനിമ അവസാനിപ്പിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.